വേനൽക്കാലം തുടങ്ങുകയായി. ഒരു നാടൻ വീട് പരിചയപ്പെടുത്തുകയാണ്. ചെറുവീടുകൾക്ക് പുകൾപെറ്റ ജില്ലയാണ് ആലപ്പുഴ. മാരാരിക്കുളം എന്ന സ്ഥലത്ത് ഓമന എന്നവരുടെ വീടിന് മുന്നിലാണ് എന്നുള്ളത്. ചൊരിമണൽ നിറഞ്ഞ വിശാലമായ മുറ്റത്തിൻ്റെ കിഴക്കേ ഓരം ചേർന്ന് റോസ് എന്ന ചായം തേച്ച വീടാണ്. ഒരിക്കൽ ഇതുവഴി കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു നടപ്പ് വഴിയുടെ അടുത്തായാണ് ഈ വീട് ആദ്യം കണ്ണിൽപ്പെട്ടത്. കണ്ടാലുടനെ ഏവർക്കും ഇഷ്ടമാവുന്ന ഒരു വീട്. ചെറുതായതിനാലും ഓടുമേഞ്ഞതിനാലും വെളുവെളുത്ത പഞ്ചാര മണൽ നിറഞ്ഞ മുറ്റമായതിനാലുമാണ് ഒറ്റനോട്ടത്തിൽ തന്നെ ആളുകൾക്ക് അത്രമേൽ പ്രിയമാവുന്നത്. സമചതുരത്തിൻ്റെ ആകൃതി പൂണ്ടിരിക്കുകയാണ്. മുകളിൽ ഇരുമ്പ് കൊണ്ട് കഴുക്കോലും പട്ടികയും നൽകി അതിൽ നാടൻ ഓടുകൾ മേഞ്ഞിരിക്കുന്നു. ലൈഫ് മിഷനിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപയ്ക്കൊപ്പം ചെറു സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ച് 7 ലക്ഷം രൂപയ്ക്കാണ് ഓമനാമ്മ ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചത്. മുറ്റത്തിൻ്റെ അങ്ങേ അതിരിൽ ചെറുപുന്ന എന്ന മരം ഒഴിച്ചാൽ ബാക്കി മുറ്റത്ത് ഒരു തുളസി മാത്രമാണുള്ളത്. പടിഞ്ഞാറ് ദർശനമായ വീടിൻ്റെ മുൻഭാഗം വേലിയോ മതിലോ ഒന്നുമില്ലാതെ ഓപ്പൺ ടെറൈനായി കിടക്കുന്നു. ചെറുവീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കണ്ടു മനസ്സിലാക്കുവാനും കുഞ്ഞു വീടുകൾ ഇഷ്ടമായവർക്ക് കണ്ടു രസിക്കാനുമാണ് ഓമനാമ്മയുടെ വീട് ചാനലിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. നിരവധിയായ കുഞ്ഞു വീടുകളുടെ നിരയിലേക്ക് ഒന്നുകൂടി വന്നു ചേരുകയാണ്. വടക്കേ മുറ്റത്തു നിന്ന് വീട് ഇങ്ങനെയാണ് കാണാറാവുക. അടുക്കള ഭാഗം വാർത്ത് വടക്ക് വശത്ത് ഒരു വാതിലും ചവിട്ടുപടിയും ഒക്കെ നൽകിയിരിക്കുന്നു. റോസ് നിറം പൂശിയ ചുവരുകളും കാപ്പിപ്പൊടി നിറം തേച്ച ജനവാതിലുകളും അവയ്ക്ക് അതിരിടുന്ന വെള്ള ബോർഡർ ലൈനുമാണ് മൊത്തത്തിലുള്ള വീടിൻ്റെ എടുപ്പ്. ഓമനക്കുട്ടിയമ്മ എന്ന് തന്നെ പേരായ വാർഡ് മെമ്പറാണ് ഈ കുടുംബത്തിൻ്റെ താങ്ങും തണലും. അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ഓമനക്കുട്ടിയമ്മ എന്നാണ്. ഞാൻ ഈ വാർഡ് 9-ാം വാർഡ് മാരാരിക്കുളം നോർത്ത് പഞ്ചായത്ത് 9-ാം വാർഡിലെ മെമ്പറാണ്. വളരെ സാഹസികമായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നടന്ന് ആണ് ഈ വാർഡിന് വോട്ട് മേടിച്ചെടുത്ത് ജയിച്ചു വന്നതാണ്. എൻ്റെ വാർഡിൽ ഇത് ഓമനാമ്മ ഈ വീടിൻ്റെ ഉടമസ്ഥയാണ്. അവരുടെ മോളാണ് സ്മിത. ഇവർക്ക് ഒരു ചെറിയൊരു വീടായിരുന്നു. സഹായത്തിനൊന്നും ആരുമില്ല. അമ്മയും മോളും തന്നെ താമസിക്കുന്നു. വീട് ലൈഫിൻ്റെ വീടാണ്. അത് 4 ലക്ഷം രൂപയെ നമുക്ക് ലൈഫിൻ്റെ അനുവദിച്ച് വന്നിട്ടുള്ളൂ. അവരുടെ കഷ്ടപ്പാടും സമ്പാദ്യവും ഒരു മരുമകൻ്റെ സഹായമൊക്കെ ആയിട്ട് ഈ ഒരു വീട് ഇവരുണ്ടാക്കി. ഞങ്ങളുടെ അയലന്തതാണ് 9-ാം വാർഡിലെ മെമ്പറാണ്. ഞങ്ങൾക്ക് ചെറിയ പിഴ ഉണ്ടായിരുന്നു. അത് വാസകയ്ക്കും കുറവായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഈ മെമ്പർ വീടിൻ്റെ അത് ഞങ്ങൾക്ക് മേടിച്ച് ഞങ്ങൾ വാടകയ്ക്ക് പുറക്കെയായിരുന്നു. കടവും ഈ പൈസ എല്ലാം എടുത്ത് ഈ വീട് പണിത്. 2 മുറി അടുക്കള ഹാളുള്ളൊരു വീടാണ്. ചെറിയ വീടാണ്. ഞാനും എൻ്റെ അമ്മയും ആയിട്ട് താമസിക്കുന്നത്. മെമ്പറുടെ സഹായത്തോടെ ഞങ്ങൾക്കൊരു പേര കിട്ടി. അത് കാരണം സന്തോഷമായിട്ട് കഴിയും. 9-ാം വാർഡിൽ തന്നെ ഏറ്റവും മനോഹരമായ വീട് എന്നാണ് വാർഡ് മെമ്പർ ഈ വീടിനെ കുറിച്ച് പറയുന്നത്. 1% പോലും അലങ്കാരങ്ങളും ആർഭാടവും ഇല്ലാതെ ആവശ്യങ്ങൾക്ക് മാത്രം നിർമ്മിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ഒരു വീട്. മീഡിയം ബജറ്റിലുള്ള ചാരനിറമാർന്ന വെട്രിഫൈഡ് ടൈലുകൾ വിരിച്ചൊരു ഹാളുണ്ട്. അതിൻ്റെ ഒരു മൂലയിൽ ഊൺ കഴിക്കുന്നതിനുള്ള ഒരു മേശ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഹാളിൻ്റെ എതിർവശത്ത് വാസ്തുപ്രകാരമുള്ള ഒരു വാതിൽ കിഴക്കേ മുറ്റത്തേക്ക് നൽകിയിരിക്കുന്നു. കർട്ടനിട്ട 2 ജനലുകൾക്ക് നടുവിലായി ഒരു ടെലിവിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിഥികൾക്ക് ഇരിക്കാനായി ചെയറുകളും സജ്ജമാണ്. ഈ ഭാഗത്താണ് അല്പം മുമ്പ് വാർഡ് മെമ്പറും വീട്ടുകാരിയും ഇരുന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. നീലയും ചാരയും കലർന്ന നിറമാണ് നിലത്തിന്. ഏതൊരു വീടിൻ്റെയും വൃത്തിയിൽ പ്രധാന പങ്ക് നിലത്തിനുണ്ട്. ഫ്ലോറിംഗ് ഇവിടെ ഗംഭീരമായി ചെയ്തു തീർത്തിരിക്കുന്നു. മുകൾ വശമാകെ ഓടിൻ്റെ തനത് ഭംഗി ആസ്വദിക്കാൻ പാകത്തിന് ഫോൾ സീലിംഗ് ഏതുമേ നൽകാത്ത മേൽക്കൂരയാണ്. നല്ല കുളിർമയാണ് ഈ കുഞ്ഞു വീട്ടിൽ. വലതുവശം ചേർന്ന് 2 കിടപ്പുമുറികളും അതിന് നടുവിലായി ഒരു പൊതു ശുചിമുറിയും ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫൈബർ ഡോർ തുറന്നാൽ കർട്ടനുകൾ ഇട്ട് മറച്ച ജനലുകളുള്ള ഒരു ബെഡ് സ്പേസിലേക്കാണ് കയറുക. എത്ര ലളിതമാണ് സജ്ജീകരണങ്ങൾ എന്ന് കാണുക. ഇത്രയേ വേണ്ടൂ എന്നതാണ് യാഥാർത്ഥ്യം. ഹാളിൽ നമ്മൾ കണ്ട അതേ തനിമയിലും നിറത്തിലുമുള്ള ടൈലുകൾ പാകിയ നിലമാണിവിടെയും. ഇവിടെ നിന്നും പിന്തിരിഞ്ഞ് 2ാമത്തെ മുറിയിലേക്ക് പോവുകയാണ്. പുട്ടിയിട്ടിട്ടില്ല, അമിതമായ ചായം തേച്ചിട്ടില്ല, ഗംഭീരമായ ഇൻറ്റീരിയർ വർക്കുകൾ ഏതുമേ ഇല്ല. എന്നാലും ജീവിതം മനോഹരമായി പുലരുകയും പൂത്തുലരുകയും ചെയ്യുന്ന ഒരിടമാണിത്. 2ാമത്തെ മുറി ആദ്യമേ കണ്ടതിൻ്റെ തനിപ്പകർപ്പായ മറ്റൊരു മുറിയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ 12 പ്ലാനുകളാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ 3ാമത്തെ പ്ലാനാണ് ഈ വീടിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നിരത്തിയിടാനായി അമിതമായ വീട്ടുപകരണങ്ങൾ ഇല്ലാത്തതിനാൽ വീട് അലങ്കോലപ്പെടുകയോ ക്രമരഹിതമാവുകയോ ചെയ്യുന്നില്ല. സ്വച്ഛമാണ്, വളരെ സുന്ദരവുമാണ്. സോളിഡ് സിമൻറ്റ് ബ്രിക്സുകൾ കൊണ്ടാണ് ഭിത്തി കെട്ടിയിരിക്കുന്നത്. മുകളിൽ പഴയ ഓട് പാകിയിരിക്കുകയും ചെയ്യുന്നു. പ്രധാന ജനവാതിലുകൾ ഒഴികെ അകത്താകമാനം ഫൈബർ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ആകെയുള്ള അലങ്കാരം പുറത്തെ ഭിത്തിയിലെ ചായം മാത്രം. ഇനി കോമൺ ടോയ്ലറ്റിൻ്റെ കാഴ്ചകളാണ്. രണ്ടുപേർ മാത്രം ഉപയോഗിക്കാനുള്ള ശുചിമുറിയാണ്. ഗംഭീരമായ വൃത്തിയിലും ഭംഗിയിലുമൊക്കെ അത് ഒരുക്കി വെച്ചിട്ടുമുണ്ട്. ഓമന എന്ന ഈ സാധുവായ വീട്ടമ്മയും മകളും നിരവധിയായ ഭവനരഹിതർക്ക് ഒരു മാതൃകയാണ്. ലൈഫ് മിഷൻ ഒരു ജനകീയ പദ്ധതിയാണെന്നറിയാമല്ലോ. അതിനോടൊപ്പം ഓമനക്കുട്ടി അമ്മ എന്ന ജനകീയമായ വാർഡ് മെമ്പർ കൂടി ആയപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വീട് എന്ന സ്വപ്നം പൂവണിഞ്ഞു. ഈ വീട് കോൺട്രാക്ട് നൽകാതെ നാട്ടിൻപുറത്തെ തൊഴിലാളികളെ കൊണ്ട് അന്നുള്ള തച്ചിന് ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇനി ഈ വീട്ടിലെ കുഞ്ഞടുക്കളയുടെ കാഴ്ചകളാണ്. രണ്ടുപേർക്ക് സുഖമായി പെരുമാറാൻ പാകത്തിനുള്ള ഒരടുക്കളയാണ്. വിറകടുപ്പിനും ഗ്യാസ് അടുപ്പിനുമുള്ള സൗകര്യങ്ങളുണ്ട്. 70-80 സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള അതിമനോഹരമായ ഒരു കിച്ചൺ സ്പേസാണിത്. ഒരിക്കൽ ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഗൃഹനാഥയെ സമീപിച്ചപ്പോൾ അനുവാദം കിട്ടിയിരുന്നില്ല. അന്നവർ പറഞ്ഞത് മെമ്പർ പറഞ്ഞിരിക്കുന്നത് പരിചയമില്ലാത്ത ആരെയും വീട്ടിൽ കയറ്റരുത് എന്നാണ്. അങ്ങനെയാണ് വാർഡ് മെമ്പറായ ഓമനക്കുട്ടി അമ്മയെ സമീപിച്ച് സംസാരിച്ച് ഷൂട്ടിനുള്ള അനുവാദം വാങ്ങിയത്. എത്ര ഉത്തരവാദിത്തോടു കൂടിയാണ് ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിലെ അശരണരെ സംരക്ഷിക്കുന്നതെന്ന് അന്ന് ബോധ്യമായി. അതിഗംഭീരമായ മനോഹരമായ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.